Hi friends, നമ്മൾ Q2 റിസൾട്ടിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഓൾറെഡി മോർ ദാൻ 1,200 നമ്പേഴ്സിൻ്റെ കമ്പനികളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ഒരു 50% നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 2 ആഴ്ച അല്ല ഏകദേശം 3 ആഴ്ചയോടുകൂടി റിസൾട്ട് സീസണിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള ആ തിക്ക് പീരീഡ് നമ്മൾ ക്രോസ് ഓവർ ചെയ്യും. സോ ഇത്തവണ Q2 റിസൾട്ട് സീസണിൽ ഇത്തവണ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വല്ലാതെ സ്ട്രെച്ച്ഡ് വാല്യുവേഷൻസ് ആണ്. ഒന്ന്, രണ്ടാമത് കാര്യം മിഡിൽ ഈസ്റ്റിലെ ടർബുലൻസ് മാർക്കറ്റിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ ആണ്. സോ എനിവേ അത് നാച്ചുറലി മാർക്കറ്റ് ഒരു ഇഷ്യൂ അല്ലെ വേറൊരു ഇഷ്യൂലേക്ക് മാർക്കറ്റ് ഇപ്പോഴും സാധാരണ ഒരു ഫ്ലോ ഉണ്ടാകുന്നതാണ്. ശരിക്കും നമ്മളിതെല്ലാം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒരു ഷോർട്ട് സ്വിംഗ് ട്രേഡിനെ കുറിച്ചുള്ള ഒരു 23 സെഷൻസിൻ്റെ ഒരു ക്ലാസ് നവംബർ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രെൻഡ്സിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ്സ് യൂട്യൂബ് ട്രെൻഡ്സ് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വേണം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ചാനലേ അല്ല, ഇത് നല്ല റിസൾട്ട് വരുന്ന കമ്പനികളെ കുറിച്ചുള്ള ഒരു അവലോകനം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏതെല്ലാം കമ്പനി നല്ല റിസൾട്ട് കൊടുത്തു, എന്തുകൊണ്ട് നല്ല റിസൾട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ അവലോകനം മാത്രമാണുള്ളത്. സോ അങ്ങനെ അത് നല്ല കമ്പനികളുടെ റിസൾട്ടിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കൂടുതൽ സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ Q2 റിസൾട്ട്സിലെ നല്ല റിസൾട്ട് എന്ന ഏതാനും സ്റ്റോക്കുകളെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ എടുത്തു പറയുന്നു, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ ബൈ സെൽ റെക്കമെൻഡേഷൻ. ഒരിക്കലും നല്ല റിസൾട്ട് തന്നുകൊണ്ട് സ്റ്റോക്ക് കയറുമെന്നോ മോശം റിസൾട്ട് വന്നിട്ട് സ്റ്റോക്ക് താഴെ പോകുന്നോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ. അതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ്. എയിംസ് പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കമ്പനിയുടെ മുന്നോട്ടുള്ള ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല. നിങ്ങളുടെ ലേണിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുഖവരെ പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ്. റിസൾട്ടിൻ്റെ ബേസിൽ മാത്രമാണ് നമ്മളുടെ സംസാരം. അതുപോലെ തന്നെ യു ആർ റിക്വസ്റ്റഡ് ടു ക്രോസ് ചെക്ക് ദി ഫിഗേഴ്സ് മെൻഷൻ ഇൻ ദിസ് വീഡിയോ സിൻസ് ദെയർ ഇസ് always ചാൻസ് ഓഫ് ക്ലറിക്കൽ എറർ. ഫസ്റ്റ് കമ്പനി അനൂപ് എഞ്ചിനീയറിംഗ് ആണ്. അവരുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്, കോളംസ് ഉണ്ട്, റിയാക്ടേഴ്സ് ആൻഡ് വെസൽസ് ഉണ്ട്, സെൻട്രിഫ്യൂജ് ആൻഡ് അനൂപ് ഡിസൈൻ ആണ് ശരിക്കും സെൻട്രിഫ്യൂജ്. ആൻഡ് ജിയോഗ്രഫി, അവർ സപ്ലൈ ചെയ്യുന്ന ജിയോഗ്രഫി നോക്കി ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, CIS കൺട്രീസ്, അമേരിക്കാസ് ഇൻക്ലൂഡിംഗ് USA, സൗത്ത് ആഫ്രിക്ക, നൈജീരിയ, അൾജീരിയ ആൻഡ് ഓസ്ട്രേലിയ. ആൻഡ് കീ ഇൻഡിക്കേറ്റേഴ്സ് H1 ഫിനാൻഷ്യൽ 24 വേഴ്സസ് H1 ഫിനാൻഷ്യൽ 23. റവന്യൂ നോക്ക്. കഴിഞ്ഞ കൊല്ലം 6 മാസം റവന്യൂ 152 ക്രോസ് ആണെങ്കിൽ ഇത്തവണ 265 ക്രോസ് ആയി. എന്താ ഗ്രോത്ത് അല്ലേ. എബിട്ട 29.9 കോടിയിൽ നിന്ന് 59.4 കോടിയായി. PBT 24 കോടിയിൽ നിന്ന് 54 കോടിയായി. PAT 18 കോടിയിൽ നിന്ന് 40.3 കോടിയായി. ആൻഡ് കീ മൈൽ സ്റ്റോൺ, അവരുടെ മൈൽ സ്റ്റോൺ ഈ കഴിഞ്ഞ അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺ ആണ്. ആൻഡ് ഓർഡർ ബുക്ക് നിങ്ങൾ നോക്ക്, സ്ട്രോങ് ഓർഡർ ബുക്കാണ്. 30 October 23 order book stands as 872.70 crores. Very huge order book ആണുള്ളത്. And outlook is very strong outlook. Strong order book and inquiry pipeline on hand. Very strong outlook ആണ് കമ്പനിക്കുള്ളത്. As planned, first dispatch from Kheda plant is completed on Q2 financial 24. അനൂപ് എഞ്ചിനീയറിംഗ് 2023 കോടി ആണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. വൺ ഓഫ് ദി സ്ട്രോങ് പ്രൊമോട്ടറാണ് ലാൽബായി ഗ്രൂപ്പാണ്, അരവിന്ദ് ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് അനൂപ് എഞ്ചിനീയറിംഗ്. സ്റ്റോക്ക് ഈസ് 32.9, ഇൻഡസ്ട്രി പേസ് 40, ROC ഈസ് വെരി ഗുഡ് ആക്ച്വലി 16.8 ആൻഡ് ROE 12.4. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് സംതിങ് അറൗണ്ട് 43% ആണുള്ളത്. ആൻഡ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇസ് നത്തിങ് 0.10 ഉള്ളൂ. 44 കോടി ആകെ കടവുള്ളി കമ്പനിക്ക്. ആൻഡ് സി ദി കെയർ എഡ്ജി എന്നുള്ള അനൂപ് എഞ്ചിനീയറിംഗിൻ്റെ റേറ്റിംഗ് ആണ്. കെയർ A+ സ്റ്റേബിൾ ആണ്, A+ സ്റ്റേബിൾ ആൻഡ് കെയർ A1+ സ്റ്റേബിൾ ആണ് റീഎഫ്എം ചെയ്തിരിക്കുന്നത്. ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് വെരി സ്ട്രോങ്. അടുത്ത കമ്പനി ആക്സ്റ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. എക്സലൻറ്റ് റിസൾട്ട് വന്ന കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 1043 കോടിയുള്ളൂ. സ്റ്റോക്ക് പീസ് 34.1, ഇൻഡസ്ട്രി പീസ് 40.2 ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് 50%. പ്രൊമോട്ടർ ഹോൾഡിംഗ് കടമില്ല, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0, കടമില്ലാത്ത കമ്പനിയാണ്. സോ ഇത് പെർഫോമൻസ് ആക്ച്വലി. കഴിഞ്ഞ ജൂണിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7 കോടി എന്നുള്ളത് ഇത്തവണ 17 കോടിയായി. ടോപ്പ് ലെവൽ ഗ്രോത്ത് നോക്കുക, 48 കോടിയിൽ നിന്ന് 69 കോടിയായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ 42 കോടിയായിരുന്നു, അതാണ് 69 കോടിയായത്. 6 കോടി എന്നുള്ളത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 6 കോടി 17 കോടിയായി. വിത്ത് OPM എക്സ്പാൻഷൻ 24%, എക്സലൻറ്റ് OPM എക്സ്പാൻഷൻ. അടുത്ത കമ്പനി CDSL ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് CDSL.
എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനിയാണ് Q2 റിസൾട്ടിൽ. സ്റ്റോക്ക് പീസ് 50.3, ഇൻഡസ്ട്രി പീസ് 28.3. സ്ട്രെച്ചഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിധിവരെയൊക്കെ മൊണോപ്പൊളിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ROC ആൻഡ് ROC ബോത്ത് ആർ എക്സലൻറ്റ്. ആൻഡ് ദിസ് ഈ ദ പെർഫോമൻസ്. 80 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിന്ന് 128 കോടിയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സെറ്റപ്പിൽ 91 ക്രോസ് ഉണ്ടായിരുന്നുള്ളൂ. സിതി OPM എക്സ്പാൻഷൻ 61 to 53 to 62. ആൻഡ് ടോപ്പ് ലെവൽ ഗ്രോത്ത് നോക്ക് 150 കോടി 207 കോടി. കഴിഞ്ഞ സെറ്റപ്പ് 149 കോടിയായിരുന്നു. അതാണ് 207 കോടിയായി കുതിച്ചുയർന്നത്. ആൻഡ് കീ ഹൈലൈറ്റ്സ് ഓപ്പറേറ്റിംഗ് ഇൻകം ഹൈലൈറ്റ്സ് നോക്ക്. കഴിഞ്ഞ Q2 123 എന്നുള്ള 164 ആയി. എബിറ്റ 95 to 121. നെറ്റ് പ്രോഫിറ്റ് 69 to 88. ഏർണിംഗ്സ് പെർ ഷെയർ 7 to 8. ലാസ്റ്റ് കമ്പനി KFin ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ട് സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് KFin ടെക്നോളജി. സോ കമ്പനിയുടെ ഹൈലൈറ്റ്സ് നോക്കണം. സ്ട്രോങ് ക്വാർട്ടർലി പെർഫോമൻസ് ലെഡ് ബൈ ഫാസ്റ്റർ ഗ്രോത്ത് ഇൻ നോൺ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ആൻഡ് ബെറ്റർ എക്സിക്യൂഷൻ ഡ്രൈവിംഗ് മാർജിൻ എക്സ്പാൻഷൻ. Q2 financial year 24 revenue growth by 16%. H1 financial year 24 revenue growth നോക്കുക 12%. And EBITDA grew by 32% YOY. And excellent performance കാഴ്ചവെച്ച കമ്പനിയാണ് റിസൾട്ടിൽ. ആൻഡ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റർ സൊല്യൂഷൻ നോക്കണം. നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് H1 കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് 6 monthsൽ 31 ആയിരുന്നില്ലേ. ഇത്തവണ ഫസ്റ്റ് 6 monthsൽ 50 ക്ലയൻറ്റ്സ് അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കാൻ നേരത്തെ. അതർ ഇൻവെസ്റ്റർ സൊല്യൂഷൻസ് യങ്ങർ ആൻഡ് ഫാസ്റ്റർ ഗ്രോയിങ് ബിസിനസ്. ടോട്ടൽ നമ്പർ ഓഫ് ഫണ്ട്സ് 434. മാർക്കറ്റ് ഷെയർ 37.2% ആണുള്ളത്. ലോഞ്ച് ഫ്രണ്ട് ഓഫീസ് ഓർഡർ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ PMS ക്ലയൻറ്റ്സ്. അവരുടെ ഓവറോൾ കുറേ പ്ലസ് പോയിന്റ്സ് ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ആഡഡ് 48,418 സബ്സ്ക്രൈബേഴ്സ് ഡ്യൂറിംഗ് Q2 financial year 24. Added 68 corporate clients during financial year Q2 24. Overall corporate clients base is 2177. And KFin technology something around 8,000 കോടിക്ക് അടുത്ത് മാർക്കറ്റ് ക്യാപിറ്റൽ കമ്പനിയാണ്. സ്റ്റോക്ക് പീസ് 35.9, ഇൻഡസ്ട്രി പീസ് 28.3. And ROC and ROE both are very good. Both are about 20 ആണ്. Promoter holding is decent 49.1. Debt equity ratio is nothing 0.19 ഉള്ളൂ. 187 ക്രോസേ ഉള്ളൂ ഡെപ്റ്റ്. ആൻഡ് സീ ദ പെർഫോമൻസ്. കഴിഞ്ഞ ജൂണിൽ 70 കോടി എന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 93 ക്രോസ് ആയി. കഴിഞ്ഞ സെറ്റപ്പിൽ 71 ആയിരുന്നു. അതാണ് 93 ആയത്. സീ ദി OPM എക്സ്പാൻഷൻ 45%. ആൻഡ് ടോപ്പ് ലെവൽ ഗ്രോത്ത് നോക്കുക 182 to 209. കഴിഞ്ഞ സെറ്റപ്പിൽ 180 ആയിരുന്നു. അതാണ് 209 ആയിട്ട് കുതിച്ചുയർന്നത്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് സെപ്റ്റംബറിലെ ഹോൾഡിംഗ് നോക്ക് 11 കോടി 50 ലക്ഷം എന്നുള്ള ഓഗസ്റ്റിലുണ്ടായിരുന്നത് സെപ്റ്റംബറിൽ 11 കോടി 55 ലക്ഷമായി ശരിക്കും. സി ദി ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മെയ്യിൽ 10 കോടി 87 ലക്ഷം, 10 കോടി 85 ലക്ഷം, 10 കോടി 74 ലക്ഷം, 11 കോടി 50 ലക്ഷം, 11 കോടി 55 ലക്ഷം. ദാറ്റ് മീൻസ് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ മ്യൂച്വൽ ഫണ്ട് കോൺട്രിബ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രോയിങ് അപ്പ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ ബൈ സെൽ റെക്കമെൻഡേഷൻ എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഇങ്ങനത്തെ വീഡിയോസിനെ ലേണിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് എടുക്കുക. കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചാൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, സക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.